നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് യാത്രയ്ക്ക് ശേഷം ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെട്ടിട്ടുണ്ട്. ചൈനീസ് ബിസിനസ് പ്രൊഫഷണലുകൾക്ക് വിസ നിയന്ത്രണങ്ങൾ ഇന്ത്യ ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ഈ നീക്കം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന ഗുണങ്ങളും അതോടൊപ്പം നിലനിൽക്കുന്ന ചില സുരക്ഷാ ഭീഷണികളും നാം മനസ്സിലാക്കിയിരിക്കണം. ഇന്ത്യ ചൈന മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത്. അതിനൊരു പ്രധാന കാരണം അമേരിക്ക ഉണ്ടാക്കിയ കോലാഹലങ്ങളാണ്. നയതന്ത്രത്തിൽ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലെന്നും സ്ഥിരം താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും ഇവിടെ പ്രസക്തമാവുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തന്ത്രപരമായ മേഖലകളിലെ ചൈനീസ് നിക്ഷേപങ്ങളിലെ ചില സുരക്ഷാ ആശങ്കകൾ പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം ഉണ്ടാകാൻ പോകുന്നുവെന്നാണ് പലരും പറയുന്നത്. 2020 അതിർത്തി സംഘർഷങ്ങൾക്ക് ശേഷം ഏർപ്പെടുത്തിയ വിസ നിയന്ത്രണങ്ങൾ ഇന്ത്യ ലഘൂകരിക്കാൻ ഒരുങ്ങുന്നതായി വാർത്തകൾ വരുന്നുണ്ട്. ചൈനീസ് ടെക് ഭീമന്മാരായ ഷവോമി, വിവോ, BYD തുടങ്ങിയ കമ്പനികളിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഇനി ബിസിനസ് വിസകൾ എളുപ്പത്തിൽ ലഭിക്കും. 5 വർഷത്തോളമായി നിലനിന്നിരുന്ന ഈ കർശന നിലപാട് രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഊർജം പകരുമെന്നാണ് വിലയിരുത്തുന്നത്. ഈ നീക്കം വെറും നയതന്ത്രപരമായ ഒരു മാറ്റം മാത്രമല്ല, ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു പ്രായോഗിക സമീപനം കൂടിയാണ്. മൊബൈൽ ഫോൺ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ തുടങ്ങിയ നിർമ്മാണ മേഖലകളിൽ ഇന്ത്യ ചൈനയെ വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട്. ചൈനീസ് കമ്പനികളുടെ സാങ്കേതിക വിദ്യാ കൈമാറ്റവും നിക്ഷേപങ്ങളും സുഗമമാക്കാൻ ഈ വിസ ഇളവുകൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ചൈനീസ് എക്സിക്യൂട്ടീവുകൾക്ക് നേരിട്ട് ഇന്ത്യയിലെത്തി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതോടെ നിലച്ചുപോയ പല പദ്ധതികൾക്കും വേഗത കൈവരും. ഇത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സംരംഭങ്ങൾക്കും നിർമ്മാണ മേഖലയ്ക്കുമൊക്കെ വലിയ രീതിയിൽ സഹായകമാകും. അതേസമയം ചൈനീസ് കമ്പനികൾക്കുള്ള നിയന്ത്രണങ്ങൾ മാറുന്നതിൽ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾക്ക് ആശങ്കയുമുണ്ട്. ചൈനീസ് സർക്കാരിന്റെ വലിയ സബ്സിഡികൾ വാങ്ങി പ്രവർത്തിക്കുന്ന ഇത്തരം കമ്പനികൾ കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട വാഹനങ്ങൾ ഇറക്കിയാൽ അത് ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് വലിയ തിരിച്ചടിയാവും. ഇലക്ട്രിക് മൊബിലിറ്റി രംഗത്ത് വലിയ മുന്നേറ്റത്തിന് തയ്യാറെടുക്കുന്ന ടാറ്റയും മഹീന്ദ്രയും ഉൾപ്പെടെയുള്ള കമ്പനികൾക്കാണ് ഇത് വലിയ ഭീഷണിയാവുക. അതിനാൽ തന്നെ ഇവയ്ക്കുള്ള നിയന്ത്രണം തുടരണമെന്ന ആവശ്യമാണ് ഇത്തരം കമ്പനികൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഉയർത്തുന്നത്. തന്ത്രപരമായ മേഖലകളിലെ ചൈനീസ് നിക്ഷേപങ്ങളിലെ സുരക്ഷാ ആശങ്കകൾ നിലനിൽക്കുന്നതായും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2020 ഗാൽവാൻ താഴ്വരയിലെ സംഘർഷങ്ങൾക്ക് ശേഷം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ലഘൂകരിക്കുന്നത്. ഇത് ചൈനയുടെ അതിർത്തിയിലെ ആക്രമണങ്ങളെക്കുറിച്ചും ഇന്ത്യയെ വളയാൻ ശ്രമിക്കുന്ന സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന തന്ത്രത്തെക്കുറിച്ചുമുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നത് കൂടിയാണ്. ചൈനയുടെ കടക്കണി നയതന്ത്രം ശ്രീലങ്കയെയും പാകിസ്ഥാനെയും പോലുള്ള അയൽ രാജ്യങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി തന്ത്രപ്രധാനമായ ആസ്തികൾ കൈക്കലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചൈനീസ് ടെക് കമ്പനികൾ വഴി വിവരങ്ങൾ ചോർത്താനും ഇന്ത്യയുടെ നിർണായക ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ സൈബർ ആക്രമണങ്ങൾ നടത്താനും സാധ്യതയുണ്ടെന്ന ആശങ്കയും ശക്തമാണ്. ഈ സാമ്പത്തിക സുരക്ഷാ വെല്ലുവിളികൾക്കിടയിൽ ഇന്ത്യ ഈ നയമാറ്റത്തിലൂടെ എന്ത് നേടാൻ ശ്രമിക്കുന്നു എന്നത് നിർണായകമാണ്. ചൈനയുമായുള്ള വാണിജ്യ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഇന്ത്യയുടെ താൽപര്യവും ഈ നീക്കത്തിലൂടെ വ്യക്തമാണ്. സാമ്പത്തിക സഹകരണവും നയതന്ത്രപരമായ സൂക്ഷ്മതയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഇന്ത്യയുടെ ശ്രമമാണ് ഈ തീരുമാനത്തിനൊക്കെ പിന്നിൽ. ഭാവിയിൽ ഇത് ഇരു രാജ്യങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ തുറന്നു നൽകും എന്ന് തന്നെയാണ് ഇരു രാജ്യങ്ങളും വിശ്വസിക്കുന്നത്. അമേരിക്ക ഇടഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും ഒരു ധാരണയിൽ പോകുന്നത് തന്നെയാണ് ഇരു രാജ്യങ്ങൾക്കും നല്ലത്. അതിരു രാജ്യങ്ങളുടെയും സാമ്പത്തികവും സാങ്കേതികവുമായ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും.